എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ ചരിത്രമൊക്കെ അങ്ങ് മാറുക, പ്രത്യേകിച്ച് സൗത്തിലെ ചരിത്രമൊക്കെ അങ്ങ് മാറ്റിമറിക്കുക. ദൈവമൊക്കെ ഇപ്പം ചരിത്രത്തിൻ്റെ ഭാഗം, പുരാണങ്ങൾ അത് ഇതെല്ലാം അങ്ങ് ചരിത്രമായിക്കൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും പാർലമെൻറ്റിൽ ഇരിക്കേണ്ടവരൊക്കെ അമ്പലത്തിൽ ഇരിക്കേണ്ടവരൊക്കെ പാർലമെൻറ്റിലും പോയിരിക്കുന്ന ഒരവസ്ഥയോട്ട് ഭാരതം സോക്കാൾഡ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി പറയുന്ന, പ്രത്യേകിച്ച് കേരള സൗത്തിൻ്റെ ഹിസ്റ്ററി പറയുന്നൊരു ബുക്കിൻ്റെ റിവ്യൂ ആണ്. സോ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. അതിന് മുമ്പ് ഞാനിപ്പം നിൽക്കുന്നത് കനകക്കുന്നിലാണ്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒന്ന്, ഞാനിപ്പം ഒരു 10 മാസം അടുപ്പിച്ചായിട്ട് തിരുവനന്തപുരത്താണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് റിവ്യൂവിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഇന്നത്തെ കാലത്ത് ചരിത്രം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെ അല്ലേ. ചരിത്രം അങ്ങ് ഫുള്ളങ്ങ് അട്ടിമറിച്ച് മാറ്റി വെക്കുക. ഞാൻ ഈ ഇടയ്ക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രത്യേക ആശയം പ്രചരിപ്പിക്കുന്ന ഒരു വക്കീൽ, പുള്ളിക്കാരൻ ഇങ്ങനെ കേരളത്തിനെക്കുറിച്ച് പറയുന്നതായിട്ട്, കേരളം നല്ല സ്റ്റേറ്റൊക്കെ തന്നെയാണ്, പക്ഷേ എന്നെ ആളുകൾ പറയും കേരളത്തിൽ വരൂ, ഇവിടെ വന്ന് പൊറോട്ടയുടെ കൂടെ അതേ വിഭവം അത് തന്നെ ബീഫും പൊറോട്ടയും കഴിക്കാൻ പറയുന്നു. നിങ്ങളുടെ സംസ്കാരം എന്താണ്, നിങ്ങളുടെ ചരിത്രം എന്താണ്, ഞങ്ങൾ നിങ്ങളുടെ പൂർവികർ സംരക്ഷിച്ചു വന്ന ഒരു സംസ്കാരത്തെ നിങ്ങളിങ്ങനെ ബീഫ് കഴിച്ച് നശിപ്പിക്കുക എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിച്ച്, ശരിക്കും നമ്മുടെ സംസ്കാരം എന്തുവാ? ഇപ്പം പലരും പലതാ പറയുന്നത്. ഇപ്പം യൂട്യൂബിൽ നോക്കി പഠിക്കാനാണെങ്കിൽ ഓരോ ചാനലും എന്തേലും ഒരു സ്പെഷ്യൽ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പ്രത്യേകിച്ച് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ കൊടുക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നോർത്തിലാണ് പിന്നെയും കൂടുതൽ ഉദാഹരണങ്ങൾ, സൗത്തിലോട്ട് പിന്നെ ഹിസ്റ്ററി ഒന്നും പറയുന്ന അധികം ചാനലുകളില്ല. അതൊക്കെ വിട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി എന്ന് പറയുമ്പം അങ്ങ് പണ്ട് കാലം തൊട്ട് ഉള്ള ഹിസ്റ്ററി എല്ലാവരും റെഫർ ചെയ്യാൻ പറഞ്ഞൊരു പുസ്തകമായിരുന്നു. ഈ ബുക്കില്ലേ, ഇതായിരുന്നു എല്ലാവരും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ റെഫർ ചെയ്യാൻ പറഞ്ഞത്, കേരള ചരിത്രം ശ്രീധര മേനോൻ്റെ. അപ്പം ഞാൻ ആലോചിച്ച്, ഈ ഒരു ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കാണത്തില്ല. പക്ഷേ സോക്കാൾഡ് പുതിയ ധർമ്മത്തിൻ്റെ ആളുകൾ പറയുന്ന കൂട്ടൊന്നുമല്ല കേരളത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ അന്തിച്ചു ഇത്രയും വലിയൊരു സംസ്ഥാനമായിരുന്നു ഈ കേരളം എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, പ്രാചീന കേരളം, അങ്ങ് ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള കേരളവും തമിഴ്നാടും എല്ലാം അടങ്ങുന്ന ഈ സൗത്തിൻ്റെ കുറേ ചരിത്രം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോ ഈ ബുക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ശ്രീധര മേനോൻ എഴുതിയ കേരള ചരിത്രം. ഒരു 460 പേജിൻ്റെ അകത്ത് വരുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 600+ ആണ് വരുന്നത്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 600 അല്ല, 500 രൂപയെ വരുന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് ആക്ച്വലി നമ്മുടെ മത്സര പരീക്ഷയ്ക്കോ അങ്ങനത്തെ ഇതിനും എല്ലാം റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഇത് തുറക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 30 അധ്യായമുള്ളൊരു ടെസ്റ്റാണ്. ഇതിൽ പുള്ളിക്കാരൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ രീതിയിലുള്ള ചരിത്രമല്ല എഴുതി വെച്ചേക്കുന്നത്. ഒരുപാട് ടെസ്റ്റുകൾ റെഫർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, പഴയ എഴുത്തുകൾ, സഞ്ചാരികൾ എല്ലാം റെഫർ ചെയ്തിട്ടാണ് കേരളത്തിൻ്റെ ഒരു നിലവിലുള്ള ഒരു ഹിസ്റ്ററി എഴുതി വെച്ചേക്കുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ മേജറായിട്ട് നമുക്ക് പറയത്തക്കതായിട്ടുള്ള ചരിത്ര വസ്തുതകളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എഴുത്ത് ഭയങ്കര സിമ്പിളാണ്. മലയാളം വായിക്കാൻ അറിയാവുന്ന ആര് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളി ഇത് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോൾ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുള്ളി കുറേ മാപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കേരളത്തിൻ്റെ മാപ്പുകളും പണ്ടത്തെ തുറമുഖങ്ങളുടെ മാപ്പുകളും അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പം ഭയങ്കര പ്രൊപ്പഗണ്ടയാണല്ലോ, സിനിമ വരെ ഇറക്കി കേരളത്തിനെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ അത് വെച്ച് നോക്കുമ്പം ഈ ഒരു ചരിത്ര പുസ്തകം വായിച്ച് തീരാൻ ഒരാഴ്ച മാക്സിമം, ഇനി മടി പിടിച്ച് വായിക്കുവാണെങ്കിൽ ഒരാഴ്ച, അതിൻ്റെ അകത്തേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇത് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കേണ്ട സാധനം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ സിനിമയൊക്കെ ഇറക്കി കേരളത്തിനെ അങ്ങ് താഴ്ത്തി കെട്ടുവാണല്ലോ അങ്ങ് കുറച്ച് പ്രത്യേകതരം ആളുകൾ. അവർക്ക് അതൊരു ഹരമായിക്കൊണ്ടിരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് ഡിവിഷൻ എന്ന് പറയുന്നൊരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, കുറേ നാളുകളായിട്ട് പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ വന്ന വഴികളും ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഇത് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ചരിത്രമൊക്കെ അങ്ങ് മാറ്റി മറിക്കുക എല്ലാവരും. അപ്പം നമ്മുടെ ചരിത്രമൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. എ മാൻ വിത്തൗട്ട് നോയിങ് ഹിസ് ഹിസ്റ്ററി ഈസ് എ ഫൂൾ എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ ബുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. വായിച്ച് നോക്കാം, പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ലല്ലോ. അടുത്തുള്ള ലൈബ്രറിയിലോ ഈ ബുക്കൊക്കെ ഉണ്ട്, കിൻഡലിലൊക്കെ ഉണ്ട്. കിൻഡലിൽ എത്ര 50 രൂപ എന്തേ ഉള്ളൂ. അപ്പം അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം വായിച്ചു നോക്കുക. കാരണം കേരളത്തിൻ്റെ ചരിത്രം അത് ഭയങ്കര വെറൈറ്റിയാണ്. ഇമാതിരി ഒരു ചരിത്രം നമുക്കുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പല പല തെറ്റിദ്ധാരണകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൻ്റെ, ആളുകളുടെ, മതങ്ങളുടെ, വിശ്വാസങ്ങളുടെ എല്ലാം കുറേ തെറ്റിദ്ധാരണകൾ മാറ്റിത്തരുന്നൊരു സാധനമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇനി ആരേത് സ്യൂഡോ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കത്തും. സോ തീർച്ചയായിട്ടും എല്ലാവരും വായിക്കുക. ഞാൻ തീർച്ചയായിട്ടും 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. സോ വായിക്കാൻ പറ്റുന്നവരെല്ലാം വായിച്ചു നോക്കുക. സോ ഗൈസ്, ആരും തെറ്റായിട്ടുള്ള ഹിസ്റ്ററി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞേക്കണം. ഇനി ആരെന്ത് പൊട്ട ഹിസ്റ്ററി പറഞ്ഞാലും നിങ്ങൾ തിരിച്ച് പറഞ്ഞിരിക്കണം. നമ്മുടെ ശരിയായിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്ന് എല്ലാവരും അറിയണം. സോ എല്ലാവരും ഈ ബുക്കൊന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ട് ഡോണ്ട് സ്പ്രെഡ് ഫേക്ക് ഹിസ്റ്ററി. ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രമാണെന്നും പറഞ്ഞ് ഇപ്പോൾ അങ്ങ് അടിച്ചിറക്കുവാണ്. അത് അടിച്ചിറക്കുന്ന ആരാ? നല്ല പഠിപ്പും വിവരമുള്ള ആളുകൾ. സോ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ ഒതൻറ്റിക്കായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കി ഹിസ്റ്ററി പഠിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.